ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സാമ്പാർ റെസിപ്പിയാണ്. സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ സാമ്പാർ ഈസിയായി വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാമ്പാറിൽ പരിപ്പും പല വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഊണിനും പറ്റിയ സാമ്പാർ. അപ്പോൾ നമുക്ക് രുചികരമായ സാമ്പാർ ഈസിയായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ 1/2 കപ്പ് തുവരപ്പരിപ്പ് കുതിരാൻ വേണ്ടി 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിലിട്ട് വെക്കാം. പരിപ്പ് കുതിർത്തെടുക്കുന്നതിനാൽ സെപ്പറേറ്റായി വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളം പുളിയും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക. പുളി പിഴിഞ്ഞ് പിന്നീട് സാമ്പാറിൽ ചേർക്കേണ്ടതാണ്. സാമ്പാറിലിടാൻ ആവശ്യമായ വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാവുന്നതാണ്. എല്ലാം പീൽ ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ സാമാന്യം വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ കൂടെ ഡ്രംസ്റ്റിക്കോ ചേനയോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കഴുകിയെടുത്ത് കുക്കറിലിടാം. പരിപ്പിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ആഡ് ചെയ്യുക. 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള മസാല റെഡിയാക്കാം. ഒരു ചെറിയ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക. ഇങ്ങനെ പേസ്റ്റാക്കി വെക്കുന്ന കാരണം മസാല കരിയാതെ വഴറ്റിയെടുക്കാൻ പറ്റും. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും പൊട്ടിക്കുക. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിടുക. അതിൻ്റെ കൂടെ ഉള്ളി, സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുകയും സവാള വഴന്നും വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റ് അരപ്പിട്ട് വഴറ്റാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഉലുവ വറുത്തിട്ട് പൊടിച്ചത്, അതിൻ്റെ കൂടെ കായപ്പൊടി 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായി ഇളക്കാം. കായപ്പൊടി സാമ്പാറിൻ്റെ സ്പെഷ്യലാണ്. കായം കഷണമായിട്ടുള്ളതാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ആദ്യമേ ചേർക്കണം, പരിപ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ. ഇതിൻ്റെ കൂടെ 1 ടൊമാറ്റോ അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും അല്പം വെള്ളവും ചേർത്തിളക്കി അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കാം. ഈ സമയം നമുക്ക് പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസും വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് നന്നായി വഴന്ന് ടൊമാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് ചേർത്തിളക്കണം. 1-2 മിനിറ്റ് അത് ചൂടാകട്ടെ. ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെയും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അല്പം കൂടെ ചാറ് വേണ്ടിയതിനാൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒരു 2-3 മിനിറ്റ് ബോയിൽ ചെയ്യാം. സാമ്പാർ റെഡിയാണ്. നല്ല സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട്. കായത്തിൻ്റെയൊക്കെ നല്ല മണം. ഇതൊഴിച്ച് ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നോ. സാമ്പാർ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സാമ്പാറിന് നല്ല നിറവും മണവും വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും അറിയിക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ പൊടികൾ വെച്ച് വളരെ രുചികരമായി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാമ്പാറാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും കാണണം. താങ്ക് യു.